Hi children, we learned so many things about the plants, especially the root of plants. We studied the taproot system and the fibrous root system. നമ്മൾ ചെടികളുടെ വേരുകളെക്കുറിച്ചാണ് പഠിച്ചത്. ചെടികളുടെ വേരുകൾ രണ്ട് തരമുണ്ട്, നാരുവേര് പടലവും തായ്വേര് പടലവും. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇലകളെക്കുറിച്ചാണ്. ഫസ്റ്റ്ലി വി ഒബ്സർവ് സം ലീവ്സ്. ആദ്യം നമ്മൾ കുറച്ച് ഇലകൾ നിരീക്ഷിക്കുക. എങ്ങനെയാണ് ഇലകൾ? ഏതൊക്കെ രീതിയിൽ ഇലകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഇൻ വാട്ട് തിങ്സ് ആർ ലീവ്സ് ഡിഫറെൻറ്റ്? യെസ്, ദ ലീവ്സ് സൈസ്, ഷേപ്പ്, കളർ and the venation also. What do you mean by venation? Do you know? ഈ വെനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയോ? ദാറ്റ് ഈസ് ദ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് വെയിൻസ്. ചില ഇലകളിൽ നമ്മൾ കാണുന്ന ഇതുപോലെ വലകളുടെ രൂപത്തിലുള്ള സിരകളായാണ് ഈ വെനേഷൻ എന്നുകൊണ്ട് പറയുന്നത്. വെനേഷൻ രണ്ട് രീതിയിലുണ്ട്. നമ്മുടെ ശരീരത്തിലൊക്കെയുള്ള നരമ്പുകൾ പോലെ ഇലകളിലുള്ള നരമ്പുകളാണ് ഈ വെനേഷൻ. ഓക്കെ, ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വി കളക്ട് സം ലീവ്സ്. നമ്മൾ കുറച്ച് ലീവ്സ് കളക്ട് ചെയ്യാം. നൗ ലെറ്റ്സ് ടിയർ ദ ലീവ്സ് ആൻഡ് ഒബ്സർവ് ദം. നമുക്ക് ഈ ഇലകളൊക്കെ ഒന്ന് കീറി നോക്കാം. This leaf is very difficult to tear, and when we take another one, it's very easy. ചില ഇലകൾ നമുക്ക് താഴേക്ക് കീറുമ്പോൾ ബുദ്ധിമുട്ട് ഉണ്ട്, അതായത് ശരിക്ക് കീറാൻ പറ്റുന്നില്ല. ചിലത് പെട്ടെന്ന് സുഖമായിട്ട് താഴെ വരെ കീറുന്നുണ്ട്. ഈച്ച് ലീഫ് ഈസ് torn from the tip downwards. ഇലകളും മുകളിൽ നിന്നും താഴേക്കാണ് നിങ്ങൾ കീറേണ്ടത്. ഓരോന്ന് കീറി നോക്കി കീറാൻ എളുപ്പമുള്ളതും കീറാൻ ബുദ്ധിമുട്ടുള്ളതും നമുക്ക് പട്ടികപ്പെടുത്താം. അറേഞ്ച് ദിസ് ലീവ്സ് ടു ഈസി ടു ടിയർ ആൻഡ് ഡിഫിക്കൽട്ട് ടു ടിയർ ലീവ്സ്. ഓക്കെ. ദിസ് coconut tree is very easy to tear. Now all of you listen to the conversation between the coconut leaf and the jackfruit leaf. ഇനി നമുക്ക് ഓലയും പ്ലാവിലയും തമ്മിലുള്ള ഒരു സംഭാഷണം കേൾക്കാം. I have a main vein in the middle of the leaf, starting from the leaf stalk to its tip. എനിക്ക് ഇലയുടെ നെട്ട് മുതൽ താഴ്ഭാഗം വരെ നീളമുള്ള ഇലയുടെ മധ്യത്തിലൂടെ പോകുന്ന ഒരു പ്രധാന സിരയുണ്ട്. Some small branches are formed from the main vein, connected to one another like a network. ഈ പ്രധാന സിരയിൽ നിന്നും ശാഖകളും അതിൽ നിന്ന് ഉപശാഖകളുമായി പരസ്പരം കെട്ടുപിണഞ്ഞ് വല പോലെ സ്ഥിതി ചെയ്യുന്ന വെയിനുകൾ എനിക്കുണ്ട്. I have some veins. All the veins are similar. എനിക്കും നരമ്പുകളും സിരകളും ഒക്കെയുണ്ട്. എൻ്റെ എല്ലാ സിരകളും ഒരേപോലെയാണ്. They do not touch one another. അത് പരസ്പരം തൊട്ടുകിടക്കുന്നതല്ല. They start from the leaf stalk in parallel and join at the tip of leaf. ഇലനെട്ടിൻ്റെ അഗ്രങ്ങളിൽ നിന്നും കുറേ സിരകൾ പരസ്പരം സമാന്തരമായി അഗ്രത്തേക്ക് പോകുന്നു. I think all of you listen the conversation between the jackfruit leaf and the coconut leaf. എല്ലാവരും അവരുടെ സംഭാഷണം ശ്രദ്ധിച്ചില്ലേ? എന്തു മനസ്സിലായി? In jackfruit leaf, the veins are arranged in the form of a network. This called reticulate venation. ആവിലയിൽ കാണപ്പെടുന്ന വലക്കണ്ണികൾ പോലെയുള്ള സിരാവിന്യാസമാണ് ജാലിക സിരാവിന്യാസം. In coconut trees, the veins are parallel to one another. It's called parallel venation. എന്നാൽ ഓലയിൽ സമാന്തരമായാണ്
സിരകൾ വിന്യസിച്ചിരിക്കുന്നത്. ഇതിനെ സമാന്തര സിരാവിന്യാസം എന്ന് പറയുന്നു. നോട്ട് ഡൗൺ ദ ഡിഫറൻസ് ബിറ്റ്വീൻ റെറ്റിക്കുലേറ്റ് വെനേഷൻ ആൻഡ് പാരലൽ വെനേഷൻ ഇൻ ദ എൻവിറോൺമെൻറ്റ് ഡയറി. ഇനി നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ സമാന്തര സിരാവിന്യാസവും ജാലിക സിരാവിന്യാസവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് എഴുതുക. And you write this also. You will write the name of the plants you observed and you tick the reticulate or the parallel venation. നിങ്ങൾ കണ്ടെത്തിയ ഇലകളുടെ സമാന്തര സിരാവിന്യാസവും ജാലിക സിരാവിന്യാസവും അടയാളപ്പെടുത്തുക. ഇനി നമുക്ക് ഇല ആൽബം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം.